ഹലോ ഗൈസ്, വെൽക്കം ടു മെക് സ്റ്റുഡിയോ. അപ്പോൾ IPL 2024 കടന്നു പോകുന്നത് ഫോട്ടോ ഫിനിഷിലേക്കോ 50-ലധികം മത്സരങ്ങൾ പിന്നിടുമ്പോഴും ഇതുവരെ ടോപ്പിൽ നിൽക്കുന്ന രാജസ്ഥാൻ റോയൽസിനോ അല്ലെങ്കിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോ പ്ലേ ഓഫ് ബെർത്ത് ഉറപ്പിക്കാൻ പോലും 100% ഉറപ്പിക്കാൻ പോലും ഇതുവരെയും സാധിച്ചിട്ടില്ല. സോ അങ്ങനെ ഒരുപാട് സസ്പെൻസുകൾ നിറഞ്ഞ ഒരു സീസണാണ് കടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് IPL 2024 ടീമുകളുടെ പ്ലേ ഓഫ് സിനാരിയോ, അവിടേക്ക് എത്രത്തോളം പെർസെൻറ്റേജ് ക്വാളിഫിക്കേഷൻ ഉണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ കഴിഞ്ഞ ദിവസവും അങ്ങനെ ഒരു ത്രില്ലർ പോരാട്ടം ഉണ്ടായിരുന്നു. സൺറൈസേഴ്സ് ഹൈദരാബാദ് ലക്നൗ സൂപ്പർ ജയൻസിനെ 10 വിക്കറ്റുകൾക്ക് തകർത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷമുള്ള IPL 2024 ഓരോ ടീമുകളുടെയും പ്ലേ ഓഫ് ക്വാളിഫിക്കേഷൻ പെർസെൻറ്റേജ് നമുക്കൊന്ന് പരിശോധിക്കാം. നിലവിൽ ടോപ്പ് ഓഫ് ദ ടേബിളിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 11 മത്സരങ്ങൾ 12 പോയിൻറ്റ്, 11 മത്സരങ്ങൾ 16 പോയിൻറ്റ്. പ്ലേ ഓഫിനുള്ള ഒരു അൺഒഫീഷ്യൽ കട്ട് ഓഫായിട്ട് 16 പോയിൻറ്റ് കൂട്ടാമെങ്കിൽ പോലും 18, അതായത് ഒരു മത്സരം കൂടി വിജയിക്കുകയാണെങ്കിൽ മാത്രമേ 100% KKR പ്ലേ ഓഫ് ഉറപ്പിച്ചു എന്ന് പറയാൻ സാധിക്കും. സോ ഈ ഒരു സമയത്ത് 99% മാത്രമാണ് KKRൻ്റെ പ്ലേ ഓഫ് സാധ്യത. രണ്ടാം സ്ഥാനത്തുള്ള രാജസ്ഥാൻ റോയൽസിനും 11 മത്സരം 16 പോയിൻറ്റ് തന്നെയാണ്. സോ 99% തന്നെയാണ് രാജസ്ഥാൻ റോയൽസിൻ്റെയും ആ ഒരു പ്ലേ ഓഫ് ക്വാളിഫിക്കേഷൻ പെർസെൻറ്റേജിൽ. സോ ഇനി ഈ രണ്ട് ടീമുകളെ മാറ്റി നിർത്തുകയാണെങ്കിലാണ് ശരിക്കുമുള്ള ബാറ്റിൽ ഫോർ ദ പ്ലേ ഓഫ് തുടങ്ങാൻ പോകുന്നത്. കഴിഞ്ഞ മത്സരത്തിലെ വിജയത്തോടു കൂടി സൺറൈസേഴ്സ് ഹൈദരാബാദ് പോയിന്റ് ടേബിളിൻ്റെ 3-ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. 12 മത്സരം 12 മത്സരം 14 പോയിൻറ്റ്. സോ SRHനെ സംബന്ധിച്ച് അവശേഷിക്കുന്ന 2 മത്സരങ്ങളിൽ ഒന്നിൽ വിജയിച്ചാൽ പോലും അവർക്ക് പ്ലേ ഓഫിലേക്ക് എത്താം. നിലവിലത്തെ സാഹചര്യത്തിൽ 91% സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ പ്ലേ ഓഫ് ക്വാളിഫിക്കേഷൻ പെർസെൻറ്റേജ് കണക്കിൽ. ഇനി 4-ാം സ്ഥാനത്തുള്ളത് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. 11 മത്സരം കളിച്ചപ്പോൾ 12 പോയിൻ്റ് ഉണ്ട് CSKയ്ക്ക്. സോ 89% ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ പ്ലേ ഓഫ് ക്വാളിഫിക്കേഷൻ ശതമാനത്തിൽ. സോ ഇതാണ് നിലവിലത്തെ ആ ഒരു പോയിന്റ് ടേബിളിലെ ടോപ്പ് 4. ഇനി 5-ാം സ്ഥാനത്തേക്ക് വരുവാണെങ്കിൽ ഡൽഹി ക്യാപിറ്റൽസ് ആണ്. ഡൽഹിയെ സംബന്ധിച്ച് അവശേഷിക്കുന്ന 2 മത്സരങ്ങളും മികച്ച നെറ്റ് റൺ റേറ്റിൽ വിജയിച്ചാൽ മാത്രമേ, ഒപ്പം മറ്റ് ടീമുകളുടെ ഫലത്തെ കൂടി അവർക്ക് ആശ്രയിക്കേണ്ടി വന്നേക്കാം. സോ 18% മാത്രമാണ് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ പ്ലേ ഓഫ് സാധ്യത. 6-ാം സ്ഥാനത്ത് ലക്നൗ സൂപ്പർ ജയൻസ് ആണ്. കഴിഞ്ഞ മത്സരത്തിൽ SRHനെ പരാജയപ്പെടുത്തിയിരുന്നെങ്കിൽ അവർക്ക് പ്ലേ ഓഫ് ഏതാണ്ട് ഉറപ്പിക്കാമായിരുന്നു. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ കൂടി പരാജയപ്പെട്ടതോടുകൂടി അവർക്ക് പ്ലേ ഓഫ് അല്പം ബുദ്ധിമുട്ടേറിയതായി മാറിയിട്ടുണ്ട്. 16% മാത്രമാണ് LSCയുടെ നിലവിലത്തെ പ്ലേ ഓഫ് സാധ്യത. പോയിന്റ് ടേബിളിൽ 7-ാം സ്ഥാനത്ത് RCB ആണ്. ഒരു അട്ടിമറിയൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ആരാധകർ RCBയുടെ മത്സരങ്ങളെ കാണുന്നത്. പക്ഷേ മാക്സിമം മത്സരങ്ങൾ വിജയിച്ചാൽ പോലും അവർക്ക് 14 പോയിന്റിലേക്ക് ഇനി എത്താൻ സാധിക്കും. സോ ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് പ്ലേ ഓഫ് ഏതാണ്ട് അസ്തമിച്ച ഒരു അവസ്ഥ തന്നെയാണ്. സോ 7% മാത്രമാണ് RCB ബംഗളൂരുവിൻ്റെ പ്ലേ ഓഫ് സാധ്യത. 8-ാം സ്ഥാനത്ത് പഞ്ചാബ് കിങ്സ് ആണ്. മറ്റൊരു ടീമാണ്. അട്ടിമറികളുടെ പ്ലേ ഓഫിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ച ഒരു ഫ്രാഞ്ചൈസിയാണ് PBKs. എന്നാൽ അവസാന മത്സരത്തിൽ ചെന്നൈയോട് പരാജയപ്പെട്ടതോടുകൂടി അവരുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റിട്ടുണ്ട്. 1% മാത്രമാണ് പഞ്ചാബ് കിങ്സിൻ്റെ പ്ലേ ഓഫ് സാധ്യത. ഇനി 9-ാം സ്ഥാനത്തുള്ള മുംബൈ ഇന്ത്യൻസ്. പ്ലേ ഓഫിൽ നിന്ന് ഏതാണ്ടല്ല 100% പുറത്തായ ഏക ടീമാണ് മുംബൈ ഇന്ത്യൻസ്. കഴിഞ്ഞ മത്സരത്തിൽ SRH വിജയിച്ചതോടുകൂടി മുംബൈ ഇന്ത്യൻസ് അങ്ങനെ IPL 2024 നിന്ന് പ്ലേ ഓഫ് കാണാതെ പുറത്തായ ഒഫീഷ്യലായിട്ടുള്ള ആദ്യ ടീമായി മാറിയിട്ടുണ്ട്. സോ 0% തന്നെയാണ് MIയുടെ ആ ഒരു പ്ലേ ഓഫ് ക്വാളിഫിക്കേഷൻ പെർസെൻറ്റേജിൽ. അവസാന സ്ഥാനത്തുള്ള ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈയെ പോലെ തന്നെ 0% എന്ന് നിലവിൽ പറയാൻ സാധിക്കും. 1% അവർക്കും സാധ്യതയുണ്ട്, നേരിയ സാധ്യത. അവശേഷിക്കുന്ന മത്സരങ്ങളെല്ലാം വിജയിച്ചാൽ പോലും പ്ലേ ഓഫിലേക്ക് എത്താൻ സാധിക്കില്ല. മറ്റ് ടീമുകളുടെ മത്സരഫലത്തെ കൂടി GTക്ക് ആശ്രയിക്കേണ്ടി വരും. സോ നിലവിലത്തെ സാഹചര്യത്തിൽ ഇതാണ് ഓരോ ടീമുകളുടെയും പ്ലേ ഓഫ് ക്വാളിഫിക്കേഷൻ പെർസെൻറ്റേജിൽ എന്ന് പറയുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.